ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിമാരുടെ മൊഴിയെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം കണ്ഠരര് രാജീവര്, കണ്ഠരര് മോഹനർ എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയുമെന്ന് ഇരുവരും മൊഴി നൽകി. കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയാൻ പരിമിതി ഉണ്ടെന്നും കണ്ഠരര് രാജീവർ പ്രതികരിച്ചു. എല്ലാരും കൂടി ഇങ്ങനെ ചോദിച്ചു കൊണ്ടാ ബുദ്ധിമുട്ടാ. SIT കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യം മാത്രമല്ല നമ്മൾ ശബരിമല ചെയ്തിട്ടുള്ളൂ. പിന്നല്ല, അത്രേ ഉള്ളൂ. അതിന് കൂടുതലൊന്നുമില്ല. നമ്മൾ കൊടുക്കാന്നുള്ള ഒറ്റ ഉത്തരവാദിത്തമേ ഉള്ളൂ. സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റോഡിയനാണ്. അല്ല, നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കും. ഞാനല്ല കൊണ്ടുവന്ന അതൊക്കെ SIT അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നു. എനിക്ക് നിങ്ങളടുത്ത് പറയാൻ ഒക്കത്തില്ല. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യന എത്രയോ പേരുണ്ട്. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ 2 ദിവസത്തേക്ക് SIT കസ്റ്റഡി വിട്ടു. നാളെ വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. കേസിലെ 4ാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയുമായ ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. അതുവരെയും അറസ്റ്റ് പാടില്ലെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. VV അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അരുൺ, ശബരിമല തന്ത്രിമാരുടെ മൊഴിയെടുക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവരിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത്? ടോം, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്ന് ഉറപ്പിക്കാം. കാരണം ഓരോ ഘട്ടമായി ഓരോ സാക്ഷികൾ പിന്നീട് പ്രതികളായി മാറിയ ഓരോരുത്തരായി ചോദ്യം ചെയ്താണ് അടുത്ത ആളുകളിലേക്ക് അന്വേഷണ സംഘം പോയത്. ഉദ്യോഗസ്ഥരുടെ ഒരു നിര ആദ്യം വന്നു, പിന്നീട് അത് ഭരണതലത്തിലേക്ക് നീങ്ങി. ആദ്യം ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസുവും പിന്നീട് ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന A. പത്മകുമാറും ജയിലിലായി. അതിനുശേഷമാണ് അടുത്ത തലത്തിലേക്ക് ഇത് കടക്കുന്നത്. നേരത്തെ തന്നെ അടുത്തത് തന്ത്രിയാണോ അല്ലെങ്കിൽ ഭരണത്തിന് നേതൃത്വം നൽകിയ മന്ത്രിമാരാണോ തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉയർന്നിരുന്നു. പ്രതിപക്ഷം BJP ഒക്കെ ആ സമയത്തെ മന്ത്രിയെയും പിന്നീട് ഇപ്പോഴത്തെ മന്ത്രിയെയൊക്കെ അറസ്റ്റ് ചെയ്യണം, അവരെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു. അപ്പോൾ തന്നെ ഈ തന്ത്രിമാരിലേക്കും അന്വേഷണം നീങ്ങുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ആ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണം കടന്നിരിക്കുന്നത്. ശബരിമല തന്ത്രി കുടുംബത്തിലെ 2 പേരെ, കണ്ഠരര് രാജീവരെയും കണ്ഠരര് മോഹനരെയും ഇന്നലെ ക്രൈംബ്രാഞ്ചിൻ്റെ ഇൻജക്ടർ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. 2 പേരിലും വിശദമായി 2 പേരുടെയും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അന്വേഷണ സംഘം. ഇനി ഇവരിൽ ലഭിച്ച മൊഴിയും നേരത്തെ ഉദ്യോഗസ്ഥർ, അതിനുശേഷം പത്മകുമാറും വാസുവും ഒക്കെ നൽകിയ മൊഴിയും ഒത്തുനോക്കും അന്വേഷണ സംഘം. ഇതിൽ വൈരുദ്ധ്യമുണ്ടോ എന്ന കാര്യം പരിശോധിക്കും. അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പത്മകുമാർ അറസ്റ്റിലാകുന്നതിന് മുമ്പ് നൽകിയ ഒരു പ്രതികരണം, മാധ്യമങ്ങൾക്ക് ഒരു പ്രതികരണം ശ്രദ്ധേയമായിരുന്നു. ദൈവതുല്യർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം ഒരു പരാമർശം നടത്തി. ആ ദൈവതുല്യർ ആര് എന്ന ചോദ്യമാണ് അപ്പോൾ തന്നെ ഉയർന്നു വന്നത്. ദൈവതുല്യർ എന്ന് പറയുമ്പോൾ ദൈവസങ്കല്പവുമായി അയ്യപ്പനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ എന്നെപ്പോഴും അവകാശപ്പെടുന്ന തന്ത്രി കുടുംബാംഗങ്ങളാണ്. സ്വാഭാവികമായും അവരെ ഉന്നമിട്ടാണോ പത്മകുമാറിൻ്റെ അന്നത്തെ പ്രതികരണം എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. പ്രതികരണം കൊണ്ട് മാത്രം കാര്യമില്ല. പത്മകുമാർ അറസ്റ്റിലായ ദിവസം മണിക്കൂറുകളോളം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും ഇന്ന് വൈകുന്നേരം മുതൽ അല്പസമയത്ത് അദ്ദേഹത്തെ ഒരുപക്ഷെ ഈ അന്വേഷണ സംഘത്തിൻ്റെ ക്യാമ്പിലേക്ക് എത്തിച്ചേക്കും. അത് മുതൽ നാളെ വൈകുന്നേരം വരെ പത്മകുമാർ SITയുടെ കസ്റ്റഡിയിലുണ്ടാകും. ആ സമയമൊക്കെ നടത്തുന്ന ചോദ്യം ചെയ്യലിൽ പത്മകുമാർ നൽകുന്ന മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. തന്ത്രി കുടുംബാംഗങ്ങൾക്ക്, തന്ത്രിമാർക്ക് ഇതിൽ എന്തെങ്കിലും സ്വാഭാവികമായും തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ A. പത്മകുമാറിൻ്റെ മൊഴി ഏറെ നിർണായകമായിരിക്കും. 2 ദിവസത്തെ കസ്റ്റഡിയാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും പല ഉന്നതരുമായി ബന്ധമുണ്ടോ, ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതർക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയണം. പ്രത്യേകിച്ച് മുൻ മന്ത്രിക്കെതിരെ കടമ്പളി സുരേന്ദ്രനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നപ്പോൾ സ്വാഭാവികമായും A. പത്മകുമാർ ഇനി എന്തു പറയും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായിരിക്കും A. പത്മകുമാറിൽ നിന്നും അന്വേഷണ സംഘത്തിന് പ്രധാനമായും ചോദിച്ചറിയേണ്ട വിവരങ്ങൾ?
പത്മകുമാർ തൻ്റെ ഭാഗത്ത് വീഴ്ച വന്നിട്ടില്ല എന്ന് ആവർത്തിക്കുകയായിരുന്നു അവസാന ഘട്ടം വരെയും ചെയ്തത്. പക്ഷേ ഇനി SIT കസ്റ്റഡി വരുമ്പോൾ സ്വാഭാവികമായും ഏത് സാഹചര്യത്തിലാണ് ഈ അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തത്, ഈ സ്വർണം ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള തീരുമാനം, എങ്ങനെ പുറത്തു കൊണ്ടുപോകാനുള്ള തീരുമാനം, എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്ര പ്രധാനപ്പെട്ട ഒരു ചുമതല ഏൽപ്പിച്ചത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടായിരുന്ന മറ്റ് സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണ്, റിയൽ എസ്റ്റേറ്റ് രംഗത്തടക്കമുള്ളയാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി, വളരെ അടുത്ത ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിനുണ്ട് എന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അത് പരിചയത്തിനപ്പുറത്തേക്ക് ബിസിനസ് ബന്ധങ്ങളുണ്ടോ, അത് ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ശബരിമലയിലെ സ്വർണം കടത്തിക്കൊണ്ടു പോകാനും അല്ലെങ്കിൽ അറ്റകുറ്റപ്പണിക്ക് എന്ന പേരിൽ പുറത്തു കൊണ്ടുപോകാനും ഒക്കെ അനുമതി നൽകിയോ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു തട്ടിപ്പുകാരനായിരുന്നുവെന്ന് നേരത്തെ ബോധ്യമുണ്ടായിട്ടും അതിന് കൂട്ടുനിന്നോ ചോദ്യം. അവിടെയാണ് പത്മകുമാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്വർണം വലിയ സ്വർണം പൂശിയ ഈ പാളികൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തുന്നത് എന്തിനാണ്? അത് ഉണ്ണികൃഷ്ണൻ പോറ്റി സഹായിക്കാൻ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണ സംഘത്തിന് ഇപ്പോഴത്തെ നിഗമനം. അതിൽ മറ്റ് ആർക്കൊക്കെ ഇടപാടുകളുണ്ട്? സ്വാഭാവികം പ്രതിപക്ഷം ആരോട് ഉന്നയിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രന് ഇതിലെന്തെങ്കിലും ബന്ധമുണ്ടോ, അദ്ദേഹം ഏതെങ്കിലും ക്രമവിരുദ്ധമായ എന്തെങ്കിലും ഇടപാട് നടത്തിയിട്ടുണ്ടോ, തന്ത്രി കുടുംബാംഗങ്ങൾക്ക് ഇതിൽ ക്രമവിരുദ്ധമായ അല്ലെങ്കിൽ ഈ തട്ടിപ്പിന് അവർ കൂട്ടുനിന്നിട്ടുണ്ടോ, ദൈവഹിതമനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു എന്നാണ് നേരത്തെ കണ്ടത് രാജീവ് പറയുന്നത്. ദൈവഹിതത്തിനപ്പുറത്തേക്ക് ഈ തട്ടിപ്പുകാരുടെ ഹിതത്തിന് കൂടി തന്ത്രിമാർ കൂട്ടുനിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വത്തിന് മറ്റാരെങ്കിലും കൂട്ടുനിന്ന കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ മൊഴി പത്മകുമാർ നൽകേണ്ടി വരും. ഉദ്യോഗസ്ഥരുടെ മാത്രം വീഴ്ച എന്നാണ് പത്മകുമാർ ആദ്യഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ അത് പറഞ്ഞു നിൽക്കാൻ കഴിയാത്തത്ര വീഴ്ചകൾ പത്മകുമാറിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ആ കാര്യവും സ്വാഭാവികമായും അന്വേഷണ സംഘം പത്മകുമാറിനോട് ചോദിക്കും. കൃത്യമായി ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കണക്ട് ചെയ്തു പോകുന്നൊരു അന്വേഷണ രീതിയാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ സംഘം സ്വീകരിച്ചിട്ടുള്ളത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ പത്മകുമാറോടുകൂടി കണ്ണുകൾ അവസാനിക്കുമോ, അതിനു മുകളിലേക്ക് അത് ഭരണ നേതൃത്വത്തിലേക്കാണ് ആണോ, അല്ലെങ്കിൽ ഈ തന്ത്രി കുടുംബത്തിലേക്ക് ഒക്കെ അന്വേഷണം പോകുമോ എന്ന കാര്യത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും അത്തരമൊരു ആശങ്ക CPM-നുണ്ടോ, സർക്കാരിനുണ്ടോ അരുൺ? കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ നൽകിയത് പത്മകുമാറിൻ്റെ അറിവോടെയാണ്. അതിൽ പത്മകുമാറിൻ്റെ പങ്ക് വളരെ വ്യക്തമാണ്. അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലതാണ്. പക്ഷേ പത്മകുമാർ നൽകിയ മൊഴിയിൽ അത് സർക്കാരിന് നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ അപേക്ഷയിൽ പ്രകാരമാണ് ഈ രീതിയിൽ സ്വർണ്ണപ്പാളികൾ നൽകിയതെന്നായിരുന്നു പത്മകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. അങ്ങനെയെങ്കിൽ അതെങ്ങനെയാണ് സർക്കാരിന് അപേക്ഷ നൽകിയത്? അതിനുശേഷമുള്ള ഇടപെടൽ എങ്ങനെയാണ്? മറ്റാരുടെങ്കിലും ഇടപെടൽ, മന്ത്രിയുടെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വരണം. സ്വാഭാവികമായി ഈ 2 ദിവസത്തെ മൊഴിയെടുക്കുക, ചോദ്യം ചെയ്യൽ എത്രത്തോളം നിർണായകമാണ്? വളരെ നിർണായകമാണ്. പത്മകുമാർ സ്വാഭാവികമായി അത്തരമൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ മറുപടി പറയേണ്ടത് സർക്കാർ കൂടിയാണ്. പക്ഷേ നേരത്തെ ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളത് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഒരു അവകാശവും മന്ത്രിക്കോ തൻ്റെ വകുപ്പിനോ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ഒരു കാര്യം ചോദിച്ചാൽ അതിന് മറുപടി ദേവസ്വം ബോർഡ് ഉചിതമായ തീരുമാനമെടുക്കാമെന്നതിന് അപ്പുറത്തേക്ക് ഒരു മറുപടി നൽകേണ്ട കാര്യവും ദേവസ്വം മന്ത്രിക്കില്ല. അതിനും അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ഇത് കൈമാറണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു പശ്ചാത്തലമൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളി സുരേന്ദ്രനാണോ ഈ ഇവരുമായി ബന്ധിപ്പിച്ചത് എങ്കിൽ സ്വാഭാവികമായും കടകംപള്ളിക്ക് അവിടെ കുരുക്കാകും. CP ഇപ്പോൾ കാണുന്നത് ഈ പത്മകുമാറിന് അപ്പുറത്തേക്ക് ഭരണ നേതൃത്വത്തിലേക്ക് അന്വേഷണം എത്തില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അതിനുള്ള സാഹചര്യമില്ല. ദേവസ്വം ബോർഡ് തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. ദൈനംദിന കാര്യങ്ങളിൽ സർക്കാരിനോ വകുപ്പ് മന്ത്രിക്കോ ഒന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് ഈ ഘട്ടത്തിൽ CPM കരുതുന്നില്ല. അങ്ങനെ ഉണ്ടായാൽ പോലും പൂർണ്ണമായും തള്ളിപ്പറയുമെന്ന് നേരത്തെ CPM നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രനിലേക്കോ ദേവസ്വം മന്ത്രി എന്ന നിലയിലേക്കുള്ള ഉത്തരവാദിത്വത്തിലേക്കോ ഒന്നും അന്വേഷണം എത്തില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ CPM കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ പത്മകുമാറിൻ്റെ മൊഴി വളരെ നിർണായകമാണ്. പത്മകുമാർ പറയുന്നത് തന്നെയാകും അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുക, അല്ലെങ്കിൽ അവരുടെ മുന്നോട്ട് പോക്കിലെ ലീഡായി മാറുക. ആ ലീഡ് അനുസരിച്ചാകും അടുത്ത തലത്തിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം പോവുക. അത് വളരെ പ്രധാനപ്പെട്ടത് പത്മകുമാറിൻ്റെ ചോദ്യം ചെയ്യലാണ്. ഓരോ ആളിൽ നിന്ന് അടുത്ത ആളിലേക്ക് എത്തുമ്പോൾ പത്മകുമാറിലാണ് ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. അതിന് മുകളിലേക്ക് പോകുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. അത്തരം ആശങ്കകൾ പൊതുവിൽ CPM നേതൃത്വത്തിലെങ്കിൽ പോലും സ്വാഭാവികം പത്മകുമാറിൻ്റെ മൊഴി വളരെ അരുൺ, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം പോറ്റിയിൽ നിന്നും പൂർണ്ണമായും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ? അതോ ഈ പത്മകുമാറിനെ ഈ 2 ദിവസങ്ങളിൽ ചോദ്യം ചെയ്ത ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ?
ഉണ്ടാകുമെന്ന് വേണം അറിയാൻ. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറിന് ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യുമെന്ന തരത്തിലുള്ള സൂചനകളൊക്കെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അത്തരമൊരു കാര്യം ഉണ്ടാകുമെന്ന് കരുതാൻ വയ്യ. കാരണം 2 ദിവസം മാത്രമാണ്, നാളെ വൈകുന്നേരം വരെ മാത്രമാണ് പത്മകുമാർ SITയുടെ കസ്റ്റഡിയിൽ ഉണ്ടാകുക. പിന്നീട് വേണമെങ്കിൽ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്ത ശേഷം ആ മൊഴികൾ പൊരുത്തപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ വൈരുദ്ധ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരിക്കൽ കൂടി വേണമെങ്കിൽ പത്മകുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങാം. ഏതായാലും പഴുതടച്ചുള്ള അന്വേഷണം വേണമെന്ന കർശന നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. സർക്കാരും ആ ഒരു താല്പര്യമാണ് പലപ്പോഴും പുറത്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൽ ഒരുതരത്തിലും വീഴ്ച ഉണ്ടാകാൻ പാടില്ല. കോടതിയിൽ കേസ് പോകുമ്പോൾ സ്വാഭാവികം പ്രതികൾ പരസ്പരം പഴിചാരിയാണ് ഇത്തരം പല കേസുകളിലും രക്ഷപ്പെടാറുള്ളത്. കേസ് തന്നെ ഇല്ലാതായി പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ കൂടി അന്വേഷണത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് വേണം നമുക്ക് കരുതാൻ. ആ രീതിയിൽ തന്നെ പത്മകുമാറിന്റെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പത്മകുമാർ നൽകാൻ പോകുന്ന മൊഴി അരുൺ, ഇപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ദൃശ്യം ഈ പത്മകുമാറിനെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിശദമായി ചോദ്യം ചെയ്യലിനായി എത്തിക്കുന്ന ദൃശ്യങ്ങളാണ്. അരുൺ, ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത്? ഈ ചോദ്യാവലി കൃത്യമായും തയ്യാറാക്കിയിട്ടുണ്ടോ? എന്തൊക്കെ കാര്യം? കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം, ഈ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ടുള്ള പങ്ക് തുടങ്ങിയ കാര്യങ്ങൾക്കപ്പുറം അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിൽ കൂടുതൽ ഉന്നതർക്ക് പങ്കുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഈ പത്മകുമാർ ഇതിൽ ഏറ്റവും വലിയ ഇതുവരെ അറസ്റ്റിലായവരിൽ ഏറ്റവും വലിയ കണ്ണി എന്ന് പറയുന്ന പത്മകുമാറാണ്. അത്രയധികം ഭരണത്തിന് സ്വാധീനമുണ്ടായിരുന്ന ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റാണ്. CPMന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. തെക്കൻ കേരളത്തിലെങ്കിലും പ്രധാനപ്പെട്ട നേതാവാണ്. അത്തരം ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ നേരത്തെ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 1 മാസത്തോളം ആകുന്നു അന്വേഷണം ആരംഭിച്ചിട്ട്. വളരെ കൃത്യമായ തെളിവുകൾ ഇതിനകം അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായ മൊഴികൾ അന്വേഷണ സംഘത്തിന് ഇതുവരെ അറസ്റ്റിലാകാത്ത പ്രതികളിൽ നിന്നുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. സംശയം തോന്നി ചോദ്യം ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. ഇനിയും പ്രതി ചേർക്കപ്പെടാൻ നിരവധി ആളുകൾ ബാക്കിയുണ്ട് എന്ന് വേണം കരുതാൻ. അത്തരം ആളുകളിൽ നിന്നൊക്കെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ മൊഴി അടിസ്ഥാനത്തിലാകും പത്മകുമാറിനെ ചോദ്യം ചെയ്യുക. അതിനുവേണ്ടിയാണ് പത്മകുമാറിനെ കസ്റ്റഡി വാങ്ങിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹത്തെ ഈഞ്ചക്കലിലെ ഓഫീസിൽ എത്തിച്ചിരിക്കുന്നു. നാളെ വൈകുന്നേരം വരെ പത്മകുമാർ SITയുടെ കസ്റ്റഡിയിൽ ഉണ്ടാകും. അവിടെ ചോദ്യം ചെയ്യുന്ന സ്വാഭാവികം ചോദ്യം ചെയ്യുമ്പോൾ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പോലെയല്ല. ഒരു മൊഴി ഒരു ചോദ്യം വരുമ്പോൾ അത് വളരെ വേഗത്തിൽ നിഷേധിച്ചു പോകാനൊന്നും പത്മകുമാറിന് കഴിയണമെന്നില്ല. കാരണം ഈ ചോദ്യം ചെയ്യൽ വളരെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലാകും, നേരത്തെയുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലാകും. അങ്ങനെ അവിടെ വൈരുദ്ധ്യമുണ്ടായാൽ അവിടെ വീണ്ടും കുരുക്ക് മുറുകും പത്മകുമാറിന്. അത് പത്മകുമാറും സ്വാഭാവികം അറിയാവുന്ന കാര്യമായിരിക്കണം. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി വസ്തുതകൾ മാത്രം പറയാൻ കഴിയുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത്. അങ്ങനെ ഓരോ ചോദ്യത്തിനും അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും ഈ കേസുമായി പത്മകുമാറിനെ ബന്ധിപ്പിക്കാനുള്ള എല്ലാ ആരോപണങ്ങൾക്കും തെളിവുകൾ തരിക തന്നെയാണ് ചോദ്യം ചെയ്യൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിൽ തന്നെയാകും അന്വേഷണം മുന്നോട്ട് പോവുക. വ്യക്തമാണ്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസിലെ പ്രതിയായിട്ടുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ SITക്ക് ലഭിച്ചിട്ടുണ്ട്. 2 ദിവസം, അതായത് നാളെ വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. വിശദമായി ചോദ്യം ചെയ്യണം. പല കാര്യങ്ങളും, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന, ഉന്നതർക്ക് പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പത്മകുമാറിൽ നിന്നും അന്വേഷണ സംഘം ചോദിച്ചറിയുക.